പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മശാസ്ത്രത്തിൻ്റെ 5-ാമത്തെ സെക്ഷനിലേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കുന്നത്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യവും, പരിശുദ്ധാത്മാവ് ദൈവമാണെന്നും പരിശുദ്ധാത്മാവ് വ്യക്തിയാണെന്നും പരിശുദ്ധാത്മാവിൻ്റെ ആലങ്കാരികമായിരിക്കുന്ന പദങ്ങൾ കൊടുത്തിരിക്കുന്നതിനെക്കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്. അത് ഇനിയും തുടർച്ചയായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കതിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് വേഗത്തിലൊന്ന് വരാം. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് മഴ. നമ്മളൊക്കെ പാടാറുണ്ട്, പിന്മഴ നൽകണം, മുൻമഴ പിരിച്ച ദൈവമേ. പിന്മഴയുടെ കാലത്ത് യഹോവ വിളിച്ച് അപേക്ഷിപ്പിനെന്നും അവൻ പിന്മഴ പോലെ വരുമെന്നൊക്കെ നമുക്ക് വചനത്തിൽ കാണാൻ കഴിയും. സക്കറിയ പ്രവാചക പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലാണ് ഇത് കാണാൻ കഴിയുന്നത്. സങ്കീർത്തനം 72:6 യെശയ്യാവ് 32:15 നമുക്ക് ഈ വാക്യങ്ങൾ കാണാൻ കഴിയും. ഒരു മഴ ഇനിയും പെയ്യാൻ ജനം ആഗ്രഹിക്കുകയാണ്. അന്ത്യകാലത്ത് ആമേൻ ആ കതിരയ്ക്ക് ഒന്ന് നല്ലവണ്ണം ആയിത്തീരാനായിട്ട് കൃഷിസ്ഥലത്ത് പിന്മഴ പെയ്യുമായിരുന്നു. ഒരു മുൻമഴ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ പെയ്തെങ്കിൽ ഈ ഒരു കർത്താവിൻ്റെ വരവിന് മുമ്പായി ഒരു പിന്മഴ ഉണ്ടാകും. മുൻമഴ പെയ്യിപ്പിച്ച കർത്താവ്, ആ പാട്ട് നമുക്ക് പിന്നെയും പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ആ അനുഭവത്തിലേക്ക് വരാൻ കർത്താവ് സഹായിക്കുകയും ചെയ്യട്ടെ. മഞ്ഞും മഴയെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. 131-ാം സങ്കീർത്തനം, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര, അത് അഹ്റോൻ്റെ താടിയിലേക്ക് ഒഴുകുന്ന അഭിഷേകത്വമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഐക്യതയിൽ നിന്നും അവിടെ ജീവനും അനുഗ്രഹവും ശാശ്വതമായ അനുഗ്രഹമൊക്കെയുള്ള സ്ഥലമായിട്ട് മാറുക. യെശയ്യാവ് 14:6 ആ അനുഭവം പറയുന്നുണ്ട്. മഞ്ഞ് മാറിയപ്പോഴാണ് മന്ന അവർക്ക് കിട്ടിയത്. പരിശുദ്ധാത്മാവിൽ പൊതിഞ്ഞ് നമുക്ക് ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് തന്നെ ആ വചനത്തിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരുന്നുണ്ട്. യെശയ്യാവ് 39:29 സംഖ്യ 1:9 യോവേൽ പ്രവാചകന്റെ പുസ്തകം 2:28 നമുക്ക് വായിക്കുമ്പോൾ ആമേൻ ക്ഷീണിച്ചിരിക്കുന്ന അവകാശത്തെ ആശ്വസിപ്പിക്കുന്ന സങ്കീർത്തനം 68:9 നമുക്ക് ശക്തി തരുന്ന അനുഗ്രഹത്തിൻ്റെ മഴയും മഞ്ഞുമായിട്ടും ഒന്നിച്ച് പറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയും. ഇനി നമ്മൾ നേരത്തെ ചിന്തിച്ച ചില കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ഓടിച്ച് പറയാൻ കൂടി ആയിട്ട് ആഗ്രഹിക്കുന്നു. ജീവൻ്റെ ഉറവയെന്ന് പറഞ്ഞപ്പോൾ സങ്കീർത്തനം 36:9 നിങ്ങൾ വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 4:16 ജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും യേശു കൊടുക്കുന്ന ജീവജലം കുടിച്ചു കഴിഞ്ഞാൽ. 10:10 കർത്താവ് പറയുന്നതാണ്, അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായി ഉണ്ടാകാനും മാത്രമേ ഞാൻ വന്നിരിക്കുന്നു. തത്വജ്ഞാനമല്ല കർത്താവ് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനം 87:7 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും, അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് എന്ന് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലും കാണാൻ കഴിയുന്നുണ്ട് 4-ാം വാക്യത്തിൽ. അപ്പോൾ അതിന് പാറയെ അടിക്കേണ്ടി വന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തരുന്നത്. എന്നാൽ പിന്നീട് പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞ സ്ഥാനത്ത് മോശ പിന്നെ 2 പ്രാവശ്യം അടിക്കുകയും അവിവേകം സംസാരിക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് പിന്നെ പ്രവേശിക്കും. യേശുക്രിസ്തു ഒരിക്കൽ മാത്രമേ ക്രൂശിക്കപ്പെടുകയുള്ളൂ. ആ ക്രൂശ് മരണത്തിലൂടെ തന്നെ മനുഷ്യവർഗത്തിന് പരിശുദ്ധാത്മാവിനെ നൽകാനുള്ള യോഗ്യതയിലേക്ക് വന്നു. പല നീരൊഴുക്കുകളെ അല്ലെങ്കിൽ നീരുറവകളെ, നദികളെ പരിശുദ്ധാത്മാവിനോട് ഉപമിപ്പിച്ച് പറയാറുണ്ട്. അത് നമുക്ക് സങ്കീർത്തനം 78:20 105:41 കാണാൻ കഴിയുന്നുണ്ട്. പലവിധ നദികൾ, അതിലാണ് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞു പോയെങ്കിലും ഒന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 10 മുതൽ ഏദനിലുള്ള 4 നദികളെക്കുറിച്ച് കാണാൻ. പീശോൻ, ഗീഹോൻ, ഹിദക്കേൽ, ഫ്രാത്ത്. പീശോൻ എന്ന് പറയുന്നത് വെള്ളച്ചാട്ടം, സമൃദ്ധിയാണ് കാണിക്കുന്നത്. പരിശുദ്ധാത്മാവിന് വന്നു കഴിഞ്ഞാൽ അതൊരു സമൃദ്ധി എന്ന് പറഞ്ഞാൽ വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് നമുക്ക് കഴിവില്ലെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അതിന് ക്ഷമിക്കാനുള്ളൊരു കഴിവ്, സ്നേഹിക്കാനുള്ളൊരു കഴിവ്, അങ്ങനെ മറ്റു പല കാര്യങ്ങൾക്കും ഒരു സമൃദ്ധി ഉണ്ടാവും. മാത്രമല്ല അത് ഹവീലാദേശം എന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കുന്ന എന്നാണ്. ആ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെല്ലാം മാറണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. എത്രയോ പേര് അതിൽ മാറിയിട്ടുണ്ട്. അതൊരു ദൈവകൃപയും കൂടിയാണ്. 2 കൊരിന്ത്യർ 8:1 പറയുന്നുണ്ട്, അവർ മഹാകഷ്ടത്തിലായിരുന്നപ്പോൾ അവർക്കുണ്ടായ സന്തോഷ സമൃദ്ധി എന്ന് പറയുന്നത് അവർക്ക് ഔദാര്യമായി കൊടുക്കാനുണ്ടായിരുന്ന ഭയങ്കര ഇതുള്ള അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ഗിഹോൻ എന്ന് പറയുമ്പോൾ കൃപ, അത് കൂശ് ദേശത്തെ
കൂശെന്ന് പറയുന്ന കരിഞ്ഞ മുഖം എന്നുള്ള കറുത്ത എന്നുള്ളതാണ്. ജീവിതത്തിൽ കറുത്ത അനുഭവങ്ങളെ ദൈവകൃപ എന്ന നദി ഒഴുകി കഴിയുമ്പോൾ മാറിമറിയും എന്നുള്ളതിൻ്റെ ഒരു ആലങ്കാരിക പദം കൂടിയാണത്. ഇതൊക്കെ ഉഗ്രശബ്ദം എന്നാണ്. പെന്തക്കോസ്ത് നാൾ തുടങ്ങിയപ്പോൾ തന്നെ ഉഗ്രശബ്ദം തുടങ്ങിയതാണ്. അന്യഭാഷ കൊണ്ട് പറയും. പലരും ഇന്നും അതിനെ കളിയാക്കുന്നുണ്ട്. പക്ഷേ ഇവരാർത്തില്ല എങ്കിൽ ഈ കല്ലുകൾ ആർക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ സന്നിധിയിൽ ഉച്ചത്തിൽ പെരുവെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന സ്വർഗത്തിലേക്ക് പോകുന്ന ആൾക്കാർ ഇതിനെ ഇങ്ങനെ വെറുക്കേണ്ടതായിട്ടുണ്ട്. മാർക്കറ്റിന് പുറത്ത് നിൽക്കുമ്പോൾ ഇവിടെ ഭയങ്കര ലഹള തന്നെയായിരിക്കും. പക്ഷെ അവിടെ വന്നു കഴിയുമ്പോൾ ഓരോരുത്തരും പലതും കാര്യങ്ങൾ പറയുകയാണ്. ഇവരെല്ലാം കൂടെ ഒന്നിച്ച് അന്യഭാഷ പറയുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണത്. പക്ഷേ പുറമേന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ലഹളയായിട്ട് തോന്നും. ഫ്രാത്ത് എന്ന് പറയുന്നത് ഫലമെന്നാണ്. ആമേൻ. ഹിദക്കേൽ ഒഴുകുന്ന അശൂര് എന്ന് പറഞ്ഞാൽ വിനയമുള്ള ഹൃദയം എന്നൊരർത്ഥവും കൂടിയുണ്ട്. ഓക്കെ, അങ്ങനെ ഈ നദികളെ കുറിച്ച് നമുക്ക് നേരത്തെ കണ്ടതുപോലെ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തേത് ആലയത്തിൽ നിന്ന് പുറപ്പെടുന്ന നദി, സക്രിയാവ് 14:8 താഴ്വരകളെ നനയ്ക്കുന്ന നദി. നേരത്തെ നമ്മൾ ചിന്തിച്ചതാണ് എസെക്കിയേൽ 47-ാം അധ്യായത്തിൽ 1 മുതൽ 12 വരെ ഉമ്രപ്പടിയുടെ കീഴിൽ നിന്നും വരുന്ന നദി. അത് 1000 മുഴം അളന്നതിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നരിയോണിയോളമായി ഒരാളുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ആദ്യം ആത്മാവിൻ്റെ നടത്തിപ്പിലേക്ക് പോകും. മുട്ടോളമായി, ഇതിന് വേറെ വ്യാഖ്യാനങ്ങൾ പലതും ഉണ്ടാകാം, എങ്കിലും ഞാനത് ഒരു വ്യാഖ്യാനം പറയുന്നു മാത്രം. പ്രാർത്ഥനാ ജീവിതത്തെ കാണിക്കുന്നതായിട്ട്. പിന്നീട് അരയോളം, അത് ശുശ്രൂഷയെ കാണിക്കുകയാണ്. പിന്നെ എന്താണ്, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയുന്ന തല മാത്രം കാണാൻ പറ്റുള്ളൂ, ക്രിസ്തുവിനെ മാത്രം കാണുന്ന പൂർണ്ണ നിറവിലേക്ക് ജീവിക്കുന്ന അനുഭവത്തിലേക്ക് വരിക. ഈ നദി അന്നത്തെ 1000 ആണ്ട് വാഴ്ചയിലാണിത് സംഭവിക്കാൻ പോകുന്നത്. ഈ 1000 ആണ്ട് വാഴ്ചയിൽ ചാവുകടലിൽ ചെന്ന് കഴിയുമ്പോൾ, ചാവുകടലിൽ നമുക്കറിയാം അവിടെ ഒന്നുമില്ല, ജീവിതകാലങ്ങളൊന്നുമില്ല. പക്ഷേ സക്രിയാവിൻ്റെ പുസ്തകമൊക്കെ വായിച്ചു കഴിയുമ്പോൾ അവിടെ ജീവികൾ വെളിപ്പെടുന്നു, മത്സ്യങ്ങൾ ഇവിടെ വരാൻ തുടങ്ങും. മെഡിറ്ററേനിയനിലേക്ക് ദുഷ്ടന്മാരുടെ മധ്യയിലൂടെ ഒരു കടൽ വരും. സക്രിയാവ് 4:8 വെളിപ്പാട് പുസ്തകം 3 കാണുന്ന പോലെ ജീവനില്ലാത്ത സ്ഥലത്ത് ജീവനെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ കഴിയും. ഈ ജീവജല നദി ഇവിടെയാണെങ്കിലും പുതിയ യെരൂശലേമിലേക്ക് വരുമ്പോൾ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിലും അവിടെയും നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അവിടെ ശാഖകളില്ല ആ നദിക്ക്. അത് സിംഹാസനത്തിൻ്റെ മുമ്പിൽ പിതാവിൽ നിന്നും പുറപ്പെട്ട് പുത്രനിലൂടെ പുറപ്പെട്ടു വരുന്ന, ഇരുകരകളിലും ജീവവൃക്ഷം, അതിലില ആരോഗ്യത്തിന്, രോഗസൗഖ്യം എന്നുള്ളതാണ് വഴി നീക്കണമെങ്കിലും ആരോഗ്യത്തിന്. അതെ, പഴയ നിയമത്തിലെ അലങ്കാര പദങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അഗ്നിസ്തംഭം, മേഘസ്തംഭം, ഇതൊക്കെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത്. അത് ഉയരുമ്പോൾ പൊങ്ങുകയും ചെയ്യുമ്പോഴൊക്കെ ആയിരുന്നു അവരുടെ യാത്ര. സംഖ്യാപുസ്തകം 9:18, 28 വായിക്കുമ്പോൾ കാണാൻ കഴിയും. മറ്റൊരു പദപ്രയോഗമാണ് പരിശുദ്ധാത്മാവിന് കൊടുത്ത് യഹോവയുടെ കൈ. എസെക്കിയേൽ 3:22, 1 രാജാ 18:46 ഏലിയാവിൻ്റെ ദൈവം വഹിച്ചു കൊണ്ടുവരുന്നത്. ദാനിയേലിനെ പുറപ്പാട് പുസ്തകം 8:18 ജനത്തെ വിടുവിക്കാൻ അവിടെ പരിശുദ്ധാത്മാവ്. ലൂക്കോസ് 11:20 ഇംഗ്ലീഷിൽ കാണുന്നത് ദൈവത്തിൻ്റെ വിരൽ എന്നുള്ളൊരു പദം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്ന സ്ഥലത്ത് അവിടെ ഇംഗ്ലീഷ് ബൈബിളൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും ദൈവത്തിൻ്റെ ആ വിരൽ. അത് പുറപ്പാട് പുസ്തകം 8:12, അപ്പോസ്തലപ്രവൃത്തി 2:22, യോഹന്നാൻ 3:2 വായിക്കുമ്പോൾ ഇതിനോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാം. മറ്റൊന്ന് യഹോവയുടെ ശബ്ദം. അതേ, ഏലിയാവ് പോയി ഒളിച്ചു, ഭൂകമ്പം ഉണ്ടായി, കാറ്റുണ്ടായി, പലതും ഉണ്ടായി. പക്ഷെ മന്ദമാതിരുന്ന പോലൊരു ശബ്ദം താൻ കേട്ടു. അപ്പോൾ തന്നെ ആരെ അയക്കേണ്ടു എന്നുള്ള ശബ്ദം. 29-ാം സങ്കീർത്തനത്തിൽ യഹോവയുടെ ശബ്ദം വൻപേടകളെ പ്രസവിക്കും, വനങ്ങളുടെ തോലിരിക്കുമാറാക്കും, വെള്ളങ്ങളെ വീഴുന്നു. അങ്ങനെ 7 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പരിശുദ്ധാത്മാവിലൂടെ പ്രവൃത്തിയുടെ ഒരു അലങ്കാരിക പദമാണ്. 7 ആത്മാക്കളെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ ചിന്തിച്ചല്ലോ. അത് വെളിപ്പാട് പുസ്തകം 4:5, 6 കാണാൻ കഴിയും. അത് ആത്മീയ പൂർണ്ണതയുടേതായ കാര്യങ്ങളാണ്. പെന്തക്കോസ്ത് പെരുന്നാളിനെക്കുറിച്ചും നമുക്കറിയാം, അതൊരു അനുഭവമാണ്. ഇതുവരെ പെന്തക്കോസ്ത് നാളിലേക്ക് വന്നിട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല എന്ന് വിചാരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കാനായിട്ടും ദൈവം ഉറപ്പായിട്ടും ഉണ്ട്
നിങ്ങളത് ഒന്നെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ കൂട്ടമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനാൽ നിറയ്ക്കും. പിന്നെ ഈ കുഷ്ഠരോഗികളുടെ ശുദ്ധീകരണത്തിനൊക്കെ ഉപയോഗിക്കുന്ന എണ്ണ ഒരു പാപിയായ മനുഷ്യനോടുള്ള ബന്ധത്തിൽ വേണമെങ്കിൽ ചിന്തിച്ച് ഈ ആലങ്കാരിക പദങ്ങൾക്ക് നമുക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത് പഴയ നിയമങ്ങളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ ഓരോ യുഗങ്ങളിലൂടെ. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആകാശമൊക്കെ സൃഷ്ടിച്ചു. അന്നേ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടെന്ന് നമുക്കറിയാം, ഇല്ലേ? പരിശുദ്ധാത്മാവ് അന്നേ പ്രവർത്തിച്ചു. സൃഷ്ടിപ്പിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. മാത്രമല്ല ആകാശത്തിന് ശോഭ നൽകുന്നത് പരിശുദ്ധാത്മാവാണെന്ന് യോബ് 29:26-3 നിത്യതയിൽ താൻ ദൈവത്തോടു കൂടി ആയിരുന്നു എന്നുള്ളത് എബ്രായർ 9:14 യോഹന്നാന്റെ സുവിശേഷം 5:17 കാണുന്ന പദങ്ങൾ നമുക്ക് കാണാൻ കഴിയും. യുഗങ്ങളിലുള്ള കാരുണ്യങ്ങൾ നമുക്ക് ഒരു പല രീതിയിലുള്ള യുഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. നിഷ്പാപയുഗം, അതായത് ആദവനെ സൃഷ്ടിച്ചതുപോലെ ഏതെൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്. മനസ്സാക്ഷി യുഗം, അതായത് പുറത്താക്കിയത് മുതൽ ജലപ്രളയം വരെ. മാനുഷിക ഭരണയുഗം, ജലപ്രളയം മുതൽ അബ്രഹാമിൻ്റെ വിളി വരെ. പിന്നെ വാഗ്ദത്ത യുഗം, അബ്രഹാമിനെ വിളിച്ചത് മുതൽ 430 വർഷം, അങ്ങനെ അവരെ ന്യായപ്രമാണത്തിൻ്റെ ആ യുഗത്തിലേക്ക്. അപ്പോൾ മോശ മുതൽ യോഹന്നാൻ സ്നാപകം വരെ ന്യായപ്രമാണ യുഗം. ആ ന്യായപ്രമാണ യുഗം കഴിയുമ്പോൾ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന യേശുക്രിസ്തുവിൻ്റെ ആ വരോടുകൂടെ കഴിഞ്ഞ് പിന്നെ കൃപായുഗം ആരംഭിക്കുകയാണ്. പെന്തക്കോസ്ത് നാൾ മുതൽ കർത്താവിൻ്റെ വരവാകുന്ന ഉൽപ്രാമണം വരെ. അപ്പോൾ ഈ കാലഘട്ടങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച ചില കാര്യങ്ങളാണ് നമുക്ക് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് യുഗങ്ങളിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. യുഗങ്ങൾ പൂർവ്വയുഗമെന്ന് ചില ദൈവാസന്മാർ അവരെ 4ആയിട്ടൊക്കെ തിരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് നല്ലൊരു പ്രവചന രീതിയാണ്. 5ആയിട്ട് പൂർവ്വയുഗം, ന്യായപ്രമാണ യുഗം, കൃപായുഗം, അങ്ങനെ പറയുന്ന അത് നമുക്ക് ഒന്നുകൂടി നോക്കാം. നിഷ്പാപയുഗം എന്ന് പറയപ്പെടുമ്പോൾ തന്നെ പൂർവ്വയുഗമെന്ന് ആവർത്തനം 4:12 വാക്യത്തിനെതിരെ ആധികാരികമായിട്ട് അതിനെ പറയാം. ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ നാം നമുക്ക് എന്നുള്ള ഇതിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് യെശയ്യാവ് 33:4 അത് ഉറപ്പിക്കുന്നുണ്ട്. ആദാമ്യ കുടുംബത്തോട് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ 33:22 നമുക്ക് അവിടെ ഉള്ള ചില കാര്യങ്ങൾ കൂടുതൽ ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പിന്നെയാണ് ഉൽപ്പത്തി പുസ്തകം 6-3 വാക്യത്തിൽ പരിശുദ്ധാത്മാവോട് വാദിച്ചുകൊണ്ടിരുന്നത്. നോഹയുടെ പ്രസംഗത്തെക്കുറിച്ച് അവൻ്റെ ആത്മാവിൽ പ്രസംഗിച്ചു എന്നുള്ള അർത്ഥത്തിൽ 1 പത്രോസ് 3:19 2 പത്രോസ് 2:5 പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിനനുസരിച്ച് നടക്കുന്ന ആളും കൂടിയായിരുന്നു ആരും. അങ്ങനെയെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ ഹാനോക്ക്, യൂദയുടെ ലേഖനം 14:15 വാക്കുന്ന ഹാനോക്കും പ്രവചിച്ചു എന്ന് പറയണം. അത് നമ്മുടെ പഴയ നിയമത്തിലൊന്നും നമുക്ക് നോക്കുമ്പോൾ അത്രയും കാണുന്നില്ല. അത് ഹാനോക്കിൻ്റെ പുസ്തകത്തിലാണ് പറയപ്പെടുന്നു. എന്തായാലും ദൈവാത്മാവിൽ അത് അംഗീകരിക്കപ്പെട്ട പുസ്തകമായതുകൊണ്ടാണ് അത് അങ്ങനെ നമുക്ക് കാണാൻ കഴിയട്ടെ. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ജലപ്രളയം, ഭാഷ കലക്കിയ ആ സമയത്ത് ഗോപുരം കാണാൻ വേണ്ടി വരും, നമുക്ക് മനുഷ്യനുണ്ടാക്കിയത് കാണാൻ വരും. അവിടെ നിന്ന് ചിതറി ഭൂമി വിഭജിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത്. പിന്നീടാണ് നമുക്ക് കാണാൻ കഴിയുന്ന വാഗ്ദത്ത യുഗം എന്ന് പറയുന്ന ആ കാലത്ത് മോശയോ അബ്രഹാമോ ഒക്കെ തമ്മിൽ കാണാൻ കഴിയുന്ന അബ്രഹാമിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 20:7 അവനൊരു പ്രവാചകൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവചനം നമുക്കറിയാം ആത്മാവിലാണ് ചെയ്യുന്നത്. ദൈവാത്മാവുള്ള ഈ മനുഷ്യരെ പോലെ വേറെ ആരെങ്കിലും കിട്ടുമോ എന്ന് യോസഫിനെ നോക്കി പറയുന്നത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 41:38 കാണാൻ കഴിയും. അപ്പോൾ അവിടെയൊക്കെ പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഉണ്ടായിരുന്നു.
അബ്രഹാമിനെ സന്ദർശിച്ച 3 പുരുഷന്മാരുണ്ട്. പക്ഷെ അവിടെ യജമാനനെ എന്നുള്ള വിളിയാണ് അവർക്ക്. 2 പേര് നശിപ്പിക്കാൻ പോയപ്പോൾ ഒരാൾ അവിടെ കൂടെ നിന്നു എന്ന് കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? ആ 3 പേരിൽ ഒന്ന് ത്രിയേകത്വത്തിൻ്റെ കാണിക്കുന്നതായിട്ടാണ് പലപ്പോഴും പലരും പറയാറുള്ളത്. നമുക്കവിടെ അത് മനസ്സിലാക്കാൻ കഴിയും. ഈ ന്യായപ്രമാണ യുഗത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈജിപ്ത് മുതൽ കാൽവരി വരെ കാണാൻ കഴിയുന്നതാണ്. മരുഭൂമിയിലെ യാത്ര, ജാതികളുടെ ഇടയിൽ ബിലയാം എന്നൊരു പ്രവാചകൻ വരുന്നതും, ഇസ്രായേലിൻ്റെ ഇടയിൽ മോശ തന്നെയായിരുന്നു ശക്തനായ പ്രവാചകൻ. ഇപ്പോൾ മിരിയാമും ഉണ്ട്. പിന്നെ മോശയിൽ നിന്ന് 70 പേരിലേക്ക് ആത്മാവിൻ്റെ വരുന്നു. പിന്നെ ജ്ഞാനാത്മാവ് കൊണ്ട് പുരോഹിത വസ്തുക്കളും സമാഗമന കൂടാരത്തിന് വേണ്ടി പണിയുന്ന ബസലേലും ഒക്കെ നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. പിന്നീടാണ് നമുക്ക് പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മോശ, അഹറോൻ, മിരിയാം, 70 പേര്, ബിലയാം, പിന്നെ യോശുവയ്ക്ക് തന്നെ ഒരു ഭാഗം കൊടുത്തു എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്. നമുക്ക് നോക്കാം. യോശുവയുടെ കാലഘട്ടത്തിൽ ഇസ്രായേൽ മക്കൾക്ക് നേതൃത്വം വഹിക്കാൻ യോശുവ വന്നത്. 27 അധ്യായം വായിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവ് തന്നെ ഉണ്ടായിരുന്നത്. ഒത്നിയേലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് 3:9. ന്യായാധിപന്മാരുടെ മേൽ ന്യായാധിപന്മാരെ അങ്ങനെ ന്യായപാലനം ചെയ്യേണ്ടതിനായിട്ടും പ്രവചനത്തിനുമായിട്ട് ഇവർക്ക് വന്നതാണ്. ദെബോരയെക്കുറിച്ച് നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. ഗിദെയോന്റെ മേൽ വന്ന ആത്മാവിനെ കുറിച്ച് യെശയ്യാവ് 11. ഓക്കെ, നമുക്ക് ഇനി അങ്ങ് ഓരോ ന്യായാധിപന്മാരെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നതാണ്. ഗിദെയോൻ 6:11. ഇബ്താഹ്. ഇനി രാജാക്കന്മാരുടെ കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ശൗലിൻ്റെ മേൽ ആത്മാവ് വരുന്നത് 10-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ കാണാം. ദാവീദിന് പിന്മാറ്റത്തെ ചികിത്സിക്കാനുള്ള രീതിയിലേക്ക് ഒരു അഭിഷേകം വരുന്നത് അവിടെ ശമൂവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്യുന്നത്. ശമൂവേൽ പ്രവാചകൻ പിന്നീട് പ്രവാചക സംഘത്തെ പ്രവചിപ്പിച്ച് വിടുന്നത് 16 അധ്യായത്തിൽ നിന്നും 19-ാം അധ്യായത്തിൽ വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഒരു പ്രവാചക ഗണം തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പിന്നെ നമുക്ക് കാണാൻ കഴിയും. 1 ശമൂവേൽ 10-ന്റെ 2, 3, 5, 6 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് കാണാൻ കഴിയും. ഒരിക്കലൊരു ആലോചന വേണമായിരുന്നു മരുഭൂമിയിൽ പട്ടുപോയ 3 രാജാക്കന്മാർക്ക്. എലീശ വന്നപ്പോൾ പറഞ്ഞു, വീണമിട്ടാൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ അവൻ്റെ മേൽ ആത്മാവ് വരികയും അവിടെ സംസാരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ദാവീദ് പരിശുദ്ധാത്മദാനത്തെക്കുറിച്ച് പ്രവചിച്ചത് നമുക്ക് പണിനിമിത്തി കാണാൻ കഴിയും. ആലയത്തിൻ്റെ പണിയെക്കുറിച്ച് 1 ദിനവൃത്താന്തം 28:11 പറയുമ്പോൾ ജ്ഞാനവും വിവേകവും ശലോമോന് കൊടുക്കുന്നതും പുരോഹിതന്മാർ ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ കാണാൻ കഴിയും. ഏലിയാവും എലീശയും ഒക്കെ. പിന്നെ അതാണ് അസറിയാവ്, 11 പ്രവാചകന്മാർ. ഇങ്ങനെ വിവിധ നിലകളിലുള്ള പ്രവാചകന്മാരെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ന്യായപ്രമാണം ആത്മാവിനാൽ എഴുതി എന്നുള്ള രീതിയിൽ സക്രിയാവിൻ്റെ പുസ്തകം 7:12 കാണാൻ കഴിയുന്നുണ്ട്. അഭിഷേക വസ്തുവിനെ കുറിച്ചുള്ള പല തർക്കങ്ങൾ നടക്കുകയാണല്ലോ. അപ്പോൾ അതും സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചതാണ്. ആനന്ദ തൈലത്തെക്കുറിച്ച് പറഞ്ഞത്. പാപത്തിനെതിരെ പ്രസംഗിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണമായിരുന്നു എന്നുള്ളത് മീഖ 3:8 വാക്യത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇനി നമുക്ക് പ്രവാസകാലത്തിലേക്ക് പോകാം. പ്രവാസകാലത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, എസെക്കിയേൽ പ്രവാചകനിലുണ്ടായിരുന്നു തന്നെ എടുത്തുകൊണ്ടുവന്നത്. ദാനിയേൽ പ്രവാചകൻ അത് വെളിപ്പാട് കണ്ടതും സ്വപ്നം കണ്ടതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഏകദേശം പ്രവാസം കഴിഞ്ഞപ്പോൾ 69 വർഷം കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജാതികളായിരുന്നവരുടെ മേൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത് കോരേശൻ്റെ ഇടയൻ
കോരേഷിനെ അഭിഷിക്തനായിട്ടാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാര്യം ചെയ്യേണ്ടതിന് ദൈവത്താൽ അയക്കപ്പെട്ടവനെന്നാണ് അഭിഷേകത്തിൻ്റെ അർത്ഥം. അഭിഷേകവും ആത്മസ്നാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ദൈവോന്വേഷം നമുക്ക് കൂടുതൽ പഠിക്കാം. പിന്നീട് നമുക്ക് ഈ സഭാ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ സക്കറിയാവ്, ഏലിസബത്ത്, ബേർശബ, സഭായുഗത്തിന് മുമ്പായിട്ട് നമുക്ക് സക്രിയാവിലും നമ്മുടെ എലിസബത്തിലും, അതുപോലെ യോഹന്നാൻ എലിസബത്തിൻ്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് തുള്ളുന്നതും, ശിമയോൻ ആത്മാവിൻ്റെ നിയോഗത്തിൽ ആലയത്തിലേക്ക് വന്ന് ഈ രക്ഷ കണ്ടല്ലോ എന്ന് പറയുന്നതും, ഹന്ന എന്ന ഏകദേശം 105 വർഷം വയസ്സെങ്കിലും പ്രായമുണ്ടാവും ആ പ്രവാചകി ബോസ്റ്റും പ്രാർത്ഥിച്ചിരിക്കുന്ന ആ സൗകര്യം അത് കാണുകയും, അങ്ങനെ പെന്തക്കോസ്ത് മുമ്പായിട്ട് ശിഷ്യന്മാരോട് കർത്താവ് ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയാനായിട്ടിടയെത്തുന്നു. ഇനി സത്യത്തിൽ നമ്മൾ പിന്നീടും ഒരു വിഷയം ആഴമായിട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ യേശുവിനെക്കുറിച്ചുള്ള കാര്യം പിന്നീട് പറയാം. ഈ ന്യായപ്രമാണ യുഗത്തിൽ ചില കാര്യങ്ങൾ വന്നത് ഒന്ന് ഓടിച്ചു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വന്നപ്പോൾ അവരാണ് പുരോഹിതന്മാരുടെ വസ്ത്രം നെയ്തെന്ന് കാണാം. സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങളെല്ലാം പണിത് പരിശുദ്ധാത്മാവിൻ്റെ ആ ജ്ഞാനം കിട്ടിയതുകൊണ്ടാണ്. 70 പേരുടെ മേൽ വന്നപ്പോൾ പ്രവചിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബിലയാമിൻ്റെ സുഭാഷിതം പരിശുദ്ധാത്മാവിലാണ്. ഒക്നിയേൽ യുദ്ധത്തിന് പുറപ്പെട്ടതും ന്യായാധിപന്മാരുടെ 9-ാം അധ്യായം കാണുമ്പോൾ ഗിദെയോൻ കാഹളം ഊതിയതും ജനത്തെ വിളിച്ചു കൂട്ടിയതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുടെ ഒരു ഇതാണ്. ഇബ്താഹിനോട് അമോന്യർ ചെയ്തതും, പിന്നെ ശിംശോന്റെ ജീവിതം അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബാലസിംഹത്തെ കീറിക്കളയുന്നതും, ഫിലിസ്തീനെ കൊല്ലുന്നതും, പച്ചത്താടിയേലുകൊണ്ട് 1000 പേരെ കൊന്നു 2 എന്ന് പറഞ്ഞുകൊണ്ട് കൊന്നതും, ശൗലിൻ്റെ മേൽ ആത്മാവ് വന്നപ്പോൾ ശൗല് നഗ്നനായി കിടന്ന് പ്രവചിച്ചു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആത്മാവുള്ള യോശുവ യോർദാനെ കീറി മുറിക്കാനുള്ള ആലോചന പ്രാപിച്ചു. എരിഹോ കോട്ടയെ തകർക്കാനുള്ളതായ ഒരു ദിവസം സൗരയൂഥത്തിൽ തന്നെ നിർത്തിക്കളയാൻ തക്കവണ്ണമുള്ള ഒരുവനായി മാറി. ആത്മാവിൻ്റെ ശക്തിയുള്ളവനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവൻ മാറി മറയുന്ന ചിന്തകളാൽ അവൻ വൻ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് യോശുവെ പോലെ സാധിക്കുവാൻ. ആത്മാവുള്ള മോശയായിരുന്നു മിസ്രൈമിൽ ചില പ്രവൃത്തികൾ ചെയ്തപ്പോൾ 10 ബാധകൾ വന്നത്. അങ്ങനെ നമ്മൾ അങ്ങ് ഒരു കൺക്ലൂഷനായിട്ട് വന്നു കഴിഞ്ഞാൽ ആത്മാവ് നടത്തിയത് 10 ബാധകൾ ഏൽക്കാത്ത 6 പേര്. പിന്നീട് നമുക്ക് ആത്മാവ് ശമൂവേലിൻ്റെ മേൽ വന്നിട്ട് താൻ ന്യായാധിപനായിരുന്നത് ഏകദേശം 40 വർഷമാണ്. ഏലിയാവ് ഏകദേശം 8 അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ എലീശ 14 അത്ഭുതങ്ങൾ ചെയ്തു എന്നാണ്. അതിൻ്റെ കണക്ക് വേറെ കുറേ കൂടി അധികമുണ്ട്. ഞാനൊന്ന് കൃത്യമായുള്ള കണക്കല്ല, ഒരു ചുരുക്കമായിട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ഏലിയാവിൽ നടന്നതും എലീശയിൽ നടന്ന ശേഷം പല രാജാക്കന്മാരുടെ കാലഘട്ടത്തിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഉണ്ടായിട്ടുണ്ട്. ദാവീദിനെക്കുറിച്ച് നമ്മൾ നേരത്തെ കേട്ടല്ലോ, കിന്നരം മീട്ടുമ്പോൾ ഒക്കെ ഉപകരണങ്ങളിലൂടെ പല പ്രവർത്തനങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവിനെ നൃത്തത്തോടെ ആരാധിക്കുവാൻ പരിശുദ്ധാത്മാവരുടെ വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പഴയ നിയമത്തിലെ ചില പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയപിതാവേ, സദൃശ്യങ്ങളായിരിക്കുന്ന കാര്യങ്ങളും പഴയ നിയമത്തിൽ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഞങ്ങൾ ചിന്തിച്ചു. കർത്താവെ, പലപ്പോഴും പല കാര്യങ്ങളിൽ നമ്മൾ ഒരുപോലെ ഇരിക്കുമെങ്കിലും കർത്താവെ, പല വിധത്തിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ജീവിപ്പാനും അങ്ങനെ പഴയ നിയമത്തിൽ നടത്തിയ ദൈവം ഈ പുതിയ നിയമകാലത്തിൽ ആമേൻ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് ആ നിലവാരത്തിൽ നടക്കുന്നു വിശ്വസിക്കുകയും ചെയ്യുന്നു. കർത്താവ്
പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഈ കേട്ട ക്ലാസ് കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിച്ച് തിരുനാമഹത്വപ്പെടാൻ ഇടവരുത്തണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ പിതാവേ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വചനം പഠിക്കുക, വചനം ആഴമായിട്ട് മനസ്സിലാക്കുക. ചിലതൊക്കെ സംശയം വരുമ്പോൾ ഒന്നും കൂടി കേൾക്കുക, അല്ലെങ്കിൽ നമ്പറിൽ ബന്ധപ്പെടുകയൊക്കെ ചെയ്യാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആർക്കും സംശയമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.